ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റി നന്നായിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മളുടെ ചാനലിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, നമ്മുടെ കോഴ്സുകളിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരു പുതിയൊരു തിയറിയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകും. ഫസ്റ്റ് ഓഫ് ഓൾ കൊണ്ടുവന്നത് സ്കാൽപ്പിംഗ് ആണ്. നമുക്ക് എല്ലാവർക്കും താല്പര്യമുള്ളൊരു ഏരിയയാണ് സ്കാൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതൊരു ഈസി ആയിട്ടുള്ള വേയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനും നമുക്കത് ഈസി ആയിട്ട് പ്രോഫിറ്റ് എടുക്കാനും ഒരു മെത്തേഡ് ഞാൻ ട്രേഡ് എടുത്തിട്ട് ഒരു 100% ആക്യുറേറ്റ് ആണെന്ന് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. EMA ആണ് നമ്മളതിൽ കോർ ഓഫ് ദ സബ്ജക്റ്റ് വരുന്നത്. EMA ബേസ്ഡാണ് ഫുള്ള് കാര്യങ്ങൾ വരുന്നത്. അത് നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റിക്ക് പോകാൻ പറ്റും. നമ്മളിത് ഒരു പൊസിഷൻ ട്രേഡ് അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ സ്കാൽപ്പിംഗ് ആണ്. ചിലപ്പോൾ 1 മിനിറ്റിലോ 2 മിനിറ്റിലോ 3 മിനിറ്റിലോ നിങ്ങൾക്ക് എക്സിറ്റ് അടിക്കേണ്ടി വരും. അത്യാവശ്യം പ്രോഫിറ്റ് വരുന്ന നേരത്തെ എക്സിറ്റ് അടിക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് SL. നിങ്ങൾ നിഫ്റ്റിയിൽ ഇപ്പോൾ നമ്മുടെ ഒരു തിയറി പ്രകാരം 10 പോയിൻ്റാണ് നിഫ്റ്റിയുടെ SL. നിങ്ങൾ എടുക്കണം നേരത്തെ തന്നെ SL 10 പോയിൻ്റ് ഇടുക, അത്രയുള്ളൂ കാര്യം. ബാക്കി വരുന്ന പോയിന്റ്സ് 3-4 മിനിറ്റ് കൊണ്ട് തന്നെ വരും. അത് നിങ്ങൾ എടുത്തിട്ട് ബുക്ക് ചെയ്തിട്ട് ഇറങ്ങും. പെട്ടെന്ന് ചെയ്ത് പോകാനുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. അവിടെ നിങ്ങൾക്ക് ലോട്ട് കൂട്ടാൻ കുറയ്ക്കാൻ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ പ്രീവിയസ് തിയറീസിൽ വരുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ട്രേഡ് എടുക്കുന്നതിൻ്റെ മുമ്പ് ക്യാൻഡിലിൻ്റെ കളർ നോക്കണം, ക്യാൻഡിൽ നോക്കണം, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഒരു പ്രത്യേകിച്ച് ഒരു പർട്ടിക്കുലർ ഏരിയ ഒന്നുമില്ല. അതിലൊരു സിനാരിയോ സംഭവിക്കും, ആ സമയത്താണ് നിങ്ങൾ ട്രേഡ് എടുക്കേണ്ടത്. അത് സഡൻലി എടുക്കേണ്ട ഒരു പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത്ര ഫാസ്റ്റ് ചെയ്യാൻ പറ്റുകയാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ടൊരു കുറച്ച് ലോട്ട് ഇട്ടിട്ട് കൂടുതൽ ഇട്ടിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കണം എന്നുള്ളവർക്കൊക്കെ അത് ബൈ ചെയ്തെടുക്കാം. നമ്മളത് വീഡിയോ ആയിട്ട് ഫുള്ളായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് താല്പര്യപ്പെടുന്ന ആൾക്കാർ എനിക്ക് DM ചെയ്ത് ചോദിക്കുക, ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ അയച്ചു തരുന്നതായിരിക്കും. ആ ഒരു വീഡിയോ ആണുള്ളത്. അതിൽ പറയുന്ന കണ്ടീഷൻസ് ആപ്റ്റായി വരുന്ന സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. ലോട്ട് കൂട്ടേ കുറയ്ക്കുക നിങ്ങളുടെ ഇഷ്ടമാണ്. 10 പോയിൻ്റ് SL ഇടാം, അല്ലെങ്കിൽ ഒരു ക്രോസ് ഓവർ വരുന്ന നേരത്ത് നിങ്ങൾക്ക് എക്സിറ്റ് അടിക്കാം. അതുപോലെ തന്നെ 3-4 മിനിറ്റ് അല്ലെങ്കിൽ 4-5 മിനിറ്റാണ് ഹോൾഡിങ് ടൈം. അത് കാരണം പ്രോഫിറ്റൊക്കെ നമ്മൾ എടുത്തിട്ട് ഇറങ്ങും. അതുപോലെ നമ്മുടെ പ്രീവിയസ് ഉണ്ടായിരുന്ന കോഴ്സുകളിലൊക്കെയും കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ലൈഫ് ലോങ് മെമ്പർഷിപ്പ് ഫ്രീ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, 1 ഇയർ മെമ്പർഷിപ്പ് ഫ്രീ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഫ്രീ ഗ്രൂപ്പിലും പെയ്ഡ് ഗ്രൂപ്പിലും ഇട്ടിട്ടുണ്ട്. നിങ്ങളത് വായിച്ച് നോക്കുക കറക്റ്റായിട്ട്. എന്നിട്ട് നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ഏത് ഫോർമാറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ എടുത്തിട്ട് താല്പര്യപ്പെടുന്നവർക്ക് അത് സ്റ്റഡി ചെയ്യാവുന്നതാണ്. അപ്പോൾ നിഫ്റ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഇന്നത്തെ കാലം ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഓപ്ഷൻ ചെയ്ത് നോക്കുന്ന ആളാണെങ്കിൽ അറ്റ് ദ മണി PE, അറ്റ് ദ മണി CE, ഈ 2 പ്രൈസും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. നിങ്ങളൊരു പ്രീമിയം എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളൊരു ട്രേഡ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇതൊക്കെ നോക്കണം. ഇപ്പോൾ നിഫ്റ്റി PEയിലേക്കാണെന്ന് വന്നേക്കണത്. നമുക്ക് PEയിലേക്ക് കണ്ടിന്യൂസ് പ്രോഫിറ്റ് വരണമെങ്കിൽ അതിൻ്റെ അറ്റ് ദ മണി പ്രൈസുകൾ ഏതാണ്ട് സെയിം ആയിട്ട് വരുന്ന സിറ്റുവേഷൻ വരണം. മൂവ് ചെയ്യാനും അതിൻ്റെ പ്രീമിയം കൂടാനും സഹായിക്കുന്ന ഒരു സംഭവമാണത്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇനിയിപ്പോൾ ചൊവ്വാഴ്ച എക്സ്പയറി ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇന്ന് മൂവ്മെൻറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇന്ന് അതിന് ഉള്ള ഒരു വില ഉണ്ട്, ആ ഒരു പ്രൈസിൽ നിന്ന് ട്രേഡ് എടുക്കണം. ഇന്നൊരു 130-140 ട്രേഡ് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ എൻഡ് പ്രൈസാണത്. നിങ്ങൾക്ക് SL പോകാനും സാധ്യതയുണ്ട്, അതുപോലെ പ്രോഫിറ്റ് നല്ല രീതിക്ക് വരാനും സാധ്യതയുണ്ട്. പക്ഷേ ഒരു 90 റേഞ്ചൊക്കെ ഓക്കെയാണ്, കറക്റ്റായിട്ട് ഇന്നത്തെ ഒരു പ്രൈസാണ്. 90 റേഞ്ചിൻ്റെ ഉള്ളിലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ക്യാൻഡിൽസ് സ്പോട്ടിലുണ്ടാകുന്ന മൂവ്മെൻറ്റ് നമുക്ക് ഇവിടെയും കിട്ടും. നമ്മൾ പ്രൈസ് കുറഞ്ഞോടത്ത് പോയി ട്രേഡ് എടുക്കുക എന്ന സിറ്റുവേഷൻ ആണെന്ന് നോക്കി. അതായത് അറ്റ് ദ മണി തന്നെയാണ്, പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രീമിയം കുറവാണ്, 70 രൂപയൊക്കെ ഉള്ളൂ അറ്റ് ദ മണിക്ക്. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്, മനസ്സിലായില്ലേ? പക്ഷെ നമുക്ക് ഇൻ ദ മണിയിലേക്ക് പോകാനും പറ്റില്ല. ഇൻ ദ മണി പോകണ നേരത്ത് അവിടെയും കുറേ പ്രശ്നങ്ങളുണ്ട്. ഇൻ ദ മണിക്ക് കിടക്കണ നേരത്ത് ഇതിൻ്റെ പ്രൈസ് എപ്പോഴും ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ആ ഒരു സ്റ്റെബിലിറ്റി കുറവുണ്ടായിരുന്നു, ഇന്നലെയും ഇന്നും ഉണ്ടായിരുന്നു. ഏതാണ്ട് ഇന്ന് കൺസോൾട്ടേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി തിങ്കളാഴ്ച നോക്കാം. ഇന്ന് അത്യാവശ്യം ട്രേഡ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ കൺസോൾട്ടേഷൻ ആയിരുന്നു. ഒരു 10:30 ടൈമോട് അനുബന്ധിച്ചാണ്, ഒരു 10:30 അടുപ്പിച്ചാണ് നമുക്കൊരു ട്രേഡ് കിട്ടിയത്. അത് റെഡ് ക്യാനിൽ വന്നില്ല, പക്ഷേ നല്ല മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ പെയ്ഡ് ഗ്രൂപ്പിൽ കൊടുത്ത കുറച്ച് ട്രേഡുകളുണ്ട്, നിങ്ങൾക്കൂടെ കാണാനുണ്ടാവും. ഈ 2 ട്രേഡ് ഞാൻ എടുത്താണ്. ഇത് സ്കാൽപ്പിംഗ് രീതിയിൽ എടുത്താണ് ട്രേഡുകളാണ്. ഉദാഹരണം SL 10 പോയിൻ്റ് കറക്റ്റായിട്ട് അടിച്ചിട്ടുണ്ട്, ഒരെണ്ണത്തിൽ 10 പോയിൻ്റ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. 2 മിനിറ്റ് കൊണ്ട് തന്നെ വരും, മനസ്സിലായില്ലേ? ഇത് ഇവിടെ ഒരു തിയറി അപ്ലൈ ചെയ്യല്ല നമ്മൾ ചെയ്യുന്നത്. സ്കാൽപ്പിങ്ങിന് തിയറീസ് അല്ല, നമ്മുടെ ആ ഒരു സംഭവം അവിടെ വരുന്ന നേരത്ത് നമ്മൾ ട്രേഡ് എടുക്കുന്നു, അത്രയുള്ള കാര്യം. 25,950 PE ഇത് ആദ്യത്തെ ട്രേഡ് എടുത്താണ് സ്കാൽപ്പിംഗ് വഴിയാണ്. രണ്ടാമത്തെ ട്രേഡ് എടുത്താണ് സ്കാൽപ്പിംഗ് വഴിയാണ്. ഈ രണ്ടാമത്തെ ട്രേഡ് ഓൾസോ പൊസിഷനാണ്. നിങ്ങൾക്ക് ഞാൻ ഫ്രീ ഗ്രൂപ്പിൽ ഇട്ടിട്ടുള്ള പൊസിഷനാണിത്. ഈ പ്രൈസും സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ഫ്രീ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ വരുന്ന പൊസിഷൻ ട്രേഡാണ്. പക്ഷേ പൊസിഷൻ ട്രേഡിൽ നമുക്ക് റെഡ് ക്യാനിൽ വന്നില്ല അവിടെ, മനസ്സിലായില്ലേ? റെഡ് ക്യാനിൽ നമുക്ക് 122 വരണമായിരുന്നു, പക്ഷെ അവിടെ വന്നില്ല.
പക്ഷെ നമുക്ക് അത് അടിയിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റുന്നത് അത് തിയറിയുടെ ഔട്ടായ കാരണമല്ല, അത് സ്കാൽപ്പിംഗ് വഴി നമുക്ക് അതിലൊരു പ്രോഫിറ്റ് വരുന്നുണ്ട്. നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിപ്പോൾ തറ പൊസിഷനിലേക്ക് പോയ കാരണമാണ്. നമ്മൾ കറക്റ്റായിട്ട് നോക്കുക, ഒരു 4-5 മിനിറ്റിൽ തന്നെ ഒരു 30 പോയിന്റ് ടോട്ടൽ. ഇതാണ് ഞാൻ നിങ്ങളെ ഹോബിക്ക് വയ്ക്കണത്. 4-5 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു 30 പോയിന്റ് കിട്ടുക, അല്ലെങ്കിൽ 20 പോയിന്റ് 10 പോയിന്റ് വാട്ട് എവർ ഇറ്റ് ഈസ്, അത് കിട്ടണം. മനസ്സിലായില്ലേ? അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു സ്കാൽപ്പിങ്ങളൊക്കെ വരും കേട്ടോ, ചെറുതും വലുതൊക്കെ വരും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് ബിഹേവ് ചെയ്യുക അവിടെയൊക്കെ. പക്ഷേ ഈ ട്രേഡ് എന്ന് പറഞ്ഞാൽ 122 എൻട്രി ഇടായിരുന്നു. പക്ഷേ റെഡ് ക്യാൻഡിൽ ഇവിടെയാണ് വന്നേക്കണത്, 10-21 ക്യാൻഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവിടെ എടുക്കാൻ പറ്റില്ല, 5 മിനിറ്റോട് ലിമിറ്റിൽ വരാൻ നടന്നിട്ടില്ലേ. അപ്പോൾ അങ്ങനെ ഇത് നോക്കാൻ പറ്റില്ല. പക്ഷേ ഇത് സ്കാൽപ്പിംഗ് വഴി ഇനി അടുത്തുള്ള ട്രേഡാണ്. ഇനിയിപ്പോൾ ഇത് ഫസ്റ്റ് ട്രേഡാണ്, ഈ 122 ട്രേഡ്, പൊസിഷൻ ട്രേഡിലത്തെ ഇന്നത്തെ ഓപ്ഷൻ ട്രേഡിങ്ങിലത്തെ ഫസ്റ്റത്തെ ട്രേഡാണ്. എല്ലാവരും കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്ന ട്രേഡാണ്. പക്ഷേ അത് ചാടിക്കറായിട്ട് എടുക്കാൻ പറ്റുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 പോയിന്റ് പോയിട്ടുമുണ്ട്. ഇത് ഫസ്റ്റത്തെ ട്രേഡാണ്, അത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചാടിക്കറി എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് ഇവിടെ നിന്ന് റെഡ് ക്യാനിൽ വന്ന് എടുത്തിട്ടുള്ള ആളാണെങ്കിൽ കൂടിയും പ്രോഫിറ്റില്ല ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ നിങ്ങൾ അഗ്രസീവായിട്ട് ഇവിടെ നിന്ന് എടുത്തു, ഇവിടെ നിന്ന് എടുത്താൽ വരെ നിങ്ങൾ ഒരു 30 പോയിന്റ് പിന്നെയും പ്രോഫിറ്റിലാണ് നിൽക്കണത്. അത് അടിയിലേക്ക് വന്നിട്ടില്ലല്ലോ. അപ്പോൾ അത്രയുള്ള അവിടുത്തെ കാര്യം. പിന്നെ നിങ്ങൾ നോക്കുക, 122 പിന്നെ എൻ്റെ പെർഫോമൻസ് സെയിം തന്നെയാണ്. ഇതിൻ്റെ ബൈയിങ് ഏരിയ എവിടെയാണ് വരണത്? 122 എൻ്റെ ബൈയിങ് പൊസിഷൻ വരുന്നത്. പൊസിഷൻ ട്രേഡിൻ്റെ കാര്യം പറയണത്. ഇവിടെ പോയിട്ട് സ്കാൽപ്പ് ചെയ്യരുത്, ഇതിനൊക്കെ വേറെ പരിപാടികളുണ്ട് ഇവിടെ സ്കാൽപ്പ് ചെയ്യാനൊക്കെ. പക്ഷേ ഇത് പൊസിഷൻ ആയതുകൊണ്ട് ഇതാണ് ബൈയിങ് ഏരിയ. ഈ ബൈയിങ് ഏരിയ എത്തുന്ന സമയത്ത് ഇതിൻ്റെ പുഷ് നല്ല രീതിക്ക് കിട്ടും. അവിടെ നല്ല മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല രീതിക്ക് പുഷ് കിട്ടും. പിന്നെയും സ്കാൽപ്പിങ്ങനത്തെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ മാർക്കറ്റ് ഇവിടെ വരെ എത്തി, ശേഷം മാർക്കറ്റ് അടിയിലേക്ക് എത്തി. മനസ്സിലായില്ലേ? ഇങ്ങനെ അടിയിലേക്ക് എത്തുകയാണ്. ഇവിടെ എത്തണ നേരത്തെ തിരിച്ച് കയറുന്ന ഒരു സിനാരിയോ കണ്ടില്ലേ നിങ്ങളോട്? ഈ സമയത്ത് ഇവിടെ നമുക്ക് സ്കാൽപ്പുകൾ വരും. ഈ തിരിച്ച് കയറുന്ന സമയത്ത് ഈ ഒരു സിനാരിയോയിൽ സ്കാൽപ്പുകൾ വരും. അപ്പോൾ 122 അത് 142 വരെ പോയിട്ട് 20 പോയിന്റ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ സ്കാൽപ്പിംഗ് വരും. പിന്നെയും അത് അടിയിലേക്ക് പോയിട്ട് ഈ തിരിച്ച് കയറുന്ന സമയത്തും സ്കാൽപ്പിംഗ് വരും. മനസ്സിലായില്ലേ? അങ്ങനെ എടുക്കാൻ പറ്റും. നമുക്ക് കറക്റ്റായിട്ട് പൊസിഷൻ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി ഈസിയാണ് കാര്യങ്ങൾ. എവിടെയാണ് ബൈ എടുക്കേണ്ടതെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ ഇത്തിരി ഈസിയാണ്. സ്കാൽപ്പിംഗ് എൻ്റെ ഇടയിൽ ഇങ്ങനെ നടന്ന് പോവും, വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ പെയ്ഡ് ഗ്രൂപ്പിൽ കൊടുത്ത ട്രേഡാണ് 25,800 PE. ഇത് 41 പോയിന്റാണ് പോയിക്കണത്. ഇതിൻ്റെ എൻട്രി വരുന്നത് 83 ഉണ്ട്, 101 ഉണ്ട്. ഇവിടെ 83 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ എൻഡാണ് പ്രൈസ് എടുക്കാൻ പറ്റില്ല. 95 ആക്റ്റീവ് ആയിക്കണത്. പിന്നെയുള്ള 101 മോർണിംഗ് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഒരു 10-11 ടൈമിൽ കൊടുത്ത എൻട്രികളൊക്കെയാണ്. ഇത് നമുക്ക് ആക്റ്റീവ് ആകുന്നത് 1:30 കറക്റ്റ് 101 വന്നിട്ടുണ്ട്, ലിമിറ്റിലും വന്നിട്ടുണ്ട്. എല്ലാവർക്കും എടുക്കാതെ 40 പോയിന്റ് പോലെ ട്രേഡാണ്. ഈ തിരിച്ചു വരുന്ന ഈ നേരത്ത്, ഈ ലിമിറ്റിക്ക് വരുന്ന നേരത്ത് നമ്മൾ സ്കാൽപ്പിങ്ങിൽ ഒരു സിനാരിയോ അവിടെ നടക്കും. ആ സമയത്ത് നമുക്ക് തിരിച്ചു വരുമ്പോൾ എടുക്കാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കണവർക്ക് എടുക്കാൻ പറ്റും, അത്രേ ഉള്ളൂ കാര്യം. ഇപ്പോൾ നിങ്ങളിവിടെ നോക്കുക, ഈ പറഞ്ഞ 101 വന്നപ്പോഴും ഒരു പുഷ് മുളകി കിട്ടി. ഇതേ പറഞ്ഞ 83 വന്നപ്പോഴും ഒരു പുഷ് മുളകി കിട്ടി. അത് അതിൻ്റെ എക്സാക്റ്റ് ബൈയിങ് പൊസിഷൻസ് ആയതുകൊണ്ടാണ്, ആ ബൈയേഴ്സ് സ്റ്റിൽ അവിടെ ഉള്ളതുകൊണ്ടാണ് അത് സ്റ്റിൽ മുളകി കയറി പോണത്. അല്ലെങ്കിൽ ഇങ്ങനത്തെ വലിയ ക്യാൻഡിൽസ് ഉണ്ടായാൽ മതി. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഈ 2 വലിയ ക്യാൻഡിൽസ് ഉണ്ടായിട്ടുണ്ട്. 15, അതേ 3, 3, 2 ആയിട്ട് വലിയ 2 ക്യാൻഡിൽസ്, അതേപോലെ കണ്ടിന്യൂ ആയിട്ട് വന്നാൽ പോലെ. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ കറക്റ്റായിട്ട് നിന്നു. അതെന്ന് വെച്ചാൽ സ്റ്റിൽ ബൈയിങ് ആണെന്നുള്ളതുകൊണ്ടാണ് കുറച്ച് മുകളിലേക്ക് പോയത്. പക്ഷേ ഇത് 50-50 ചാൻസ് ആണ്. ഇവിടെ നിങ്ങൾ ഇവിടേക്ക് വരുമ്പോഴും ഇതേ ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ വരുന്നതോട് കൂടിയിട്ട് ഇത് 50-50 ചാൻസ് ആണ്. മുകളിലേക്ക് പോകാം, അടിയിലേക്ക് പോകാം. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ ഈ 83 എൻട്രി ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ 101 അതിൻ്റെ എൻട്രി വരുന്നുണ്ടാവുക. ഇതിപ്പോൾ താഴത്തേക്ക് ഇറങ്ങി, 101 താഴത്തേക്ക് ഇറങ്ങി സ്ട്രഗിൾ ചെയ്യുകയാണ് അടിയിൽ. ഇതേ സംഭവം 101 വരുന്ന നേരത്ത് പിന്നെയും അഗെയിൻ ഇവിടെ കിട്ടിയ ഫസ്റ്റ് എൻട്രിയിൽ, ഇവിടുത്തെ ഈ എൻട്രിയിൽ കിട്ടിയ സെയിം ബയേഴ്സ് 101 തിരിച്ച് കയറും. ആ സമയത്ത് പിന്നെ എൻട്രി ആക്ടിവേറ്റ് ആകും. മനസ്സിലായി? അതേപോലെ തന്നെയാണ് 83 അതിൻ്റെ അടിയിലേക്ക് വന്ന് കുറച്ച് നേരം സ്ട്രഗിൾ ചെയ്ത് നിന്ന് തിരിച്ച് 83 കയറണം. അപ്പോൾ സ്റ്റിൽ അതേ ബയേഴ്സ് പിന്നെയും വരും. അങ്ങനെയൊക്കെയാണ് ട്രേഡിങ് ചെയ്യേണ്ടത്. അതിൻ്റെ ഇടയിൽ വരുന്ന കാര്യങ്ങളാണ് സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞ സംഭവം. അത് സ്കാൽപ്പിംഗ് ആയിട്ട് കാണും. ഇത് പൊസിഷനാണ്, ഇത് വേറെ തിയറിയാണ്. മനസ്സിലായില്ലേ? പിന്നെ ഇവിടെ ബാങ്ക് നിഫ്റ്റിയാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സെൻസസ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ. അതിൽ പ്രൈസ് കൂടുതലാണ്. 57,800 PE ആണ്. 145 പോയിന്റാണ് കിട്ടിയേക്കണത്. 150 പോയിന്റാണ് ഫുൾ ടാർഗറ്റ്. 145 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. തിരിച്ചിത് ഇതേ പൊസിഷനിൽ വന്നു. ഇത്രയും സെല്ല് ചെയ്ത് വന്ന മാർക്കറ്റ് ഇവിടെ എത്തുമ്പോൾ കറക്റ്റായിട്ട് കൺസൾട്ടേഷൻ ചെയ്തില്ലേ. അത് ആ പൊസിഷൻ്റെ ഓരോരോ ബൈയിങ് പവറുകളാണ് കേട്ടോ, വേറെ ഒന്നല്ല. പക്ഷേ 50-50 ചാൻസ് ഉള്ളൂ അതിൻ്റെ ഉള്ളിലൊക്കെ ട്രേഡ് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെ ഒരു സ്കാൽപ്പിംഗ് എൻട്രീസ് ആണ് കേട്ടോ. ഞാൻ എടുത്തേണ്ടത് പ്രത്യേകിച്ച് കൊടുത്തിട്ടൊന്നുമില്ല. അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ആ ടൈമിന് നിങ്ങൾക്ക് എടുക്കാനും പറ്റില്ല.
ഇത് പൊസിഷനാണ് 25,850. ഫസ്റ്റ് എൻട്രി ഉണ്ടായിരുന്നു, അത് 10 മിനിറ്റിൽ അടിയിലാണ് നിൽക്കുന്നത്. പിന്നെ റീ എൻട്രി എടുത്തോളാനാണ് പറഞ്ഞത്. റീ എൻട്രി വന്നിട്ടുണ്ട്, 20 പോയിന്റ് തന്നിട്ടുമുണ്ട്. പിന്നെ അടിയിലേക്ക് പോവുക ചെയ്തത്. അപ്പോൾ ടോട്ടൽ ഇത്രയും ട്രേഡ് നമുക്ക് ഉണ്ടായിരുന്നത്. നമ്മൾ ട്രേഡിംഗ് ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുക. അപ്പോൾ അത്രയും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ നമുക്കൊന്ന് ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച കാണാം. ഓക്കെ, ബൈ.